ഗവൺമെൻറ്റിനെ ഇടപെടുത്തി തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വരെ ശക്തയായിരുന്ന ഒരു വേശ്യാസ്ത്രീ. ബോംബെ അധോലോകത്തെ കിടുകിട വിറപ്പിച്ച ഗാങ്സ്റ്റേഴ്സുമായി നേർക്കുനേർ സംസാരിച്ച് അവരെ വരുതിയിലാക്കാൻ വരെ കെൽപ്പുണ്ടായിരുന്ന ഒരു ഗുജറാത്തി പെൺകുട്ടി. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ വരെ സ്വാധീനമുണ്ടായിരുന്ന ഒരു ബ്രോത്തൽ മാഡം. ഹലോ എവരിവൺ, ദിസ് ഇസ് Ramees, Rahman and you are watching a new narration through ThoughtFox. കൗമാരപ്രായത്തിൽ ചതിക്കപ്പെട്ട് ചുവന്ന തെരുവിൽ എത്തിച്ചേർന്ന് പിന്നീട് ചെറുപ്രായത്തിൽ തന്നെ പ്രായത്തിൽ കവിഞ്ഞ സാമർഥ്യം കൊണ്ട് തൻ്റെ കൂട്ടരെ സംരക്ഷിക്കാൻ വേണ്ടി ശക്തമായി പോരാടിയ ദ ക്വീൻ ഓഫ് കാമാട്ടിപുര എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗംഗുബായ് കാട്ടേവാലി. നമുക്ക് വിളിക്കാം അവരെ കാമാട്ടിപുരയുടെ കാവൽക്കാരി. ആദ്യം നമുക്ക് കാമാത്തിപുരയെ മനസ്സിലാക്കാം. കാമാത്തിപുര അല്ലെങ്കിൽ കാമാത്തിപുരം എന്നത് 14 തെരുവുകൾ 14 ലേനുകൾ കൂടി ചേർന്ന മുംബൈയിലെ പ്രശസ്തമായ ഒരു റെഡ് ലൈറ്റ് ഏരിയയാണ്, ഒരു വേശ്യാ തെരുവാണ്. കാമാത്തീസ് എന്നാൽ ജോലിക്കാരെന്നാണ് അർത്ഥം. 1795 മറാഠ ആർമി ഹൈദരാബാദ് നൈസാമിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തിയപ്പോൾ അവിടെ നിന്നും, അതായത് ഇന്നത്തെ തെലങ്കാനയിൽ നിന്നും ഒരുപാട് കരകൗശല വിദഗ്ധരും നിർമ്മാണ തൊഴിലാളികളും ബോംബെയിലേക്ക് കുടിയേറി പാർത്തു. ഇവരെയാണ് കാമാത്തീസ് എന്ന് പറഞ്ഞിരുന്നത്. ഇവർ കൂട്ടമായി താമസമാക്കിയതോടെ ലാൽ ബസാർ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമാത്തിപുര അല്ലെങ്കിൽ കാമാത്തിപുരം എന്നറിയപ്പെടാൻ തുടങ്ങി. എന്നാൽ 19-20 നൂറ്റാണ്ടുകളിലായി യൂറോപ്പിൽ നിന്നും ജപ്പാനിൽ നിന്നും ഒരുപാട് സ്ത്രീകളെയും പെൺകുട്ടികളെയും ബ്രിട്ടീഷ് പട്ടാളക്കാർക്കും നാട്ടുകാർക്കും വേണ്ടി വേശ്യാവൃത്തി ചെയ്യുവാൻ വേണ്ടി ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയുണ്ടായി. യൂറോപ്യൻ വേശ്യകൾക്ക് മാത്രമായി സഫേദ് ഗല്ലി അഥവാ വെളുത്ത തെരുവ് എന്ന പേരിൽ ഒരു തെരുവ് തന്നെ ഇവിടെ രൂപപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് രാജ് സമയത്ത്. അന്നത്തെ പ്രശസ്തമായ പ്ലേ ഹൗസ് എന്നറിയപ്പെട്ടിരുന്ന ഒരു ബ്രോത്തൽ ഹൗസാണ് ഇന്ന് പീല ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വേശ്യാലയം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് കാമാട്ടിപുരയിലെ വ്യഭിചാരശാലകൾ അഭിവൃദ്ധി പ്രാപിച്ചത്. യൂറോപ്യൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ സ്ഥാനം ഇന്ത്യൻ സെക്സ് വർക്കേഴ്സ് ഏറ്റെടുത്തു. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു സെക്സ് ഡിസ്ട്രിക്റ്റായി ഇവിടം മാറി. ചതിയിലകപ്പെട്ട് ഇവിടെ വന്ന് കുടുങ്ങിയവരും സാമൂഹ്യ സാഹചര്യങ്ങളാൽ ഇവിടേക്ക് എത്തിച്ചേർന്നവരുമായുള്ള സ്ത്രീകൾ നിരവധിയാണ്. ഇനി ഗംഗുബായിയെ അറിയാം. ഒരു ജീവചരിത്രമാവട്ടെ, ഒരു ഇൻസിഡൻ്റ് ആവട്ടെ, അത് നാടകത്തിലൂടെയോ സിനിമയിലൂടെയോ ദൃശ്യവൽക്കരിക്കപ്പെടുമ്പോൾ മികച്ച രീതിയിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരും. എന്നാൽ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ അവരുടേതായ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയും കുറവല്ല. ഒരുപാട് ഉദാഹരണങ്ങൾ മലയാള സിനിമകളിൽ നിന്നും തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു യഥാർത്ഥ സംഭവം സിനിമയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ബയോപിക് ഒരുങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്യും. സിനിമയുടെ മാർക്കറ്റിങ്ങിനായി വസ്തുതകൾ വളച്ചൊടിക്കപ്പെടും. യാഥാർത്ഥ്യങ്ങളെക്കാൾ വളച്ചൊടിക്കപ്പെട്ട ഈ കാര്യങ്ങളായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ നോക്കിയാൽ ഗംഗുബായിയുടെ ബയോപിക് പ്രശസ്ത ബോളിവുഡ് ഡയറക്ടർ സഞ്ജയ് ലീല ബൻസാലിയുടെ കൈകളിലൂടെ ഫെബ്രുവരി 25-ന് വെള്ളിത്തിരയിലെത്തുമ്പോൾ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള മസാലകളും മുറിച്ചുമാറ്റപ്പെടലുകളും പ്രതീക്ഷിക്കാം. പ്രശസ്ത ജേർണലിസ്റ്റും എഴുത്തുകാരനുമായ എസ് ഹുസൈൻ സൈദിയുടെ മാഫിയ ക്വീൻസ് ഓഫ് മുംബൈ എന്ന പുസ്തകത്തിലൂടെ ഒരു പതിറ്റാണ്ട് മുൻപ് തന്നെ ഗംഗുബായിയെക്കുറിച്ച് ലോകം അറിഞ്ഞിട്ടുണ്ട്. 1939 ഗുജറാത്തിലെ കാഠിയാവാഡ് ഗ്രാമത്തിൽ ജനിച്ച ഗംഗ ഹർജീവൻദാസ് കാഠിയാവാഡിയാണ്. കാഠിയാവാഡ് റോയൽ ഫാമിലിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഗംഗയുടെ കുടുംബം അന്ന് തന്നെ, അതായത് 1940-കളിൽ തന്നെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കുടുംബമായിരുന്നു. ഒരുപാട് ലോയേഴ്സും അധ്യാപകരും നിറഞ്ഞതായിരുന്നു ഗംഗയുടെ കുടുംബം. അതുപോലൊരു ഗ്രാമത്തിൽ അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നത് വലിയൊരു കാര്യമായിരുന്നു. എന്നാൽ ഗംഗയുടെ മനസ്സ് നിറയെ സിനിമയായിരുന്നു. സിനിമയുടെ കേന്ദ്രമായിരുന്ന ബോംബെ ആയിരുന്നു. ഹേമമാലിനിയുടെയും ആശാ പരേഖിൻ്റെയും വലിയ ആരാധികയായിരുന്നു അവരെന്ന് പറയപ്പെടുന്നു. ബോംബെ സന്ദർശിച്ച തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുള്ള കേട്ടറിവ് വെച്ച് എങ്ങനെയും ആ മഹാനഗരം സന്ദർശിക്കണമെന്ന വലിയ ആഗ്രഹം ഗംഗയുടെ ഉള്ളിൽ ഉടലെടുത്തു. ആ ഇടയ്ക്കാണ് തൻ്റെ അച്ഛൻ അപ്പോയിൻറ്റ് ചെയ്ത പുതിയ അക്കൗണ്ടൻ്റായ രാംലിക് ലാൽ കുറച്ചു കാലം ബോംബെയിൽ താമസിച്ചിട്ടുണ്ട് എന്ന് ഗംഗ അറിയുന്നത്. ബോംബെയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഓരോരോ കാരണങ്ങളുണ്ടാക്കി ഗംഗ രാംലിക് ലാലിനെ സന്ദർശിക്കാൻ തുടങ്ങി. പോകെ പോകെ രാംലിക് ലാൽ എന്ന 28-കാരനുമായി ഗംഗ പ്രണയത്തിലായി. തൻ്റെ കോണ്ടാക്ട്സ് വെച്ച് സിനിമയിൽ എങ്ങനെയും ഒരു റോൾ നേടിത്തരാമെന്ന അയാളുടെ വാഗ്ദാനത്തിൽ മയങ്ങി ഗംഗ അയാളുമായി വിവാഹത്തിന് സമ്മതിച്ചു. അടുത്തുള്ളൊരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടി രാംലിക് ലാലിൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ നിന്നും എടുക്കാവുന്നിടത്തോളം പൊന്നും പണവും എടുത്ത് അയാളുമായി ഗംഗ ബോംബെക്ക് വണ്ടി കയറി. അഭിമാനികളായ തൻ്റെ കുടുംബം ഇനി ഒരു കാരണവശാലും തന്നെ സ്വീകരിക്കില്ല എന്ന് കൃത്യമായി അറിയാവുന്ന ഗംഗ എന്നേക്കുമായി കാഠിയാവാഡിനോട് വിട പറഞ്ഞു. ബോംബെ എന്ന മഹാനഗരത്തിൻ്റെ പളവളപ്പിൽ രസിച്ച് അവർ ദിവസങ്ങൾ നീക്കി. ഒരു ലോഡ്ജിൽ താമസമാക്കി ട്രെയിനുകളും ട്രാമുകളും ഏറി കാഴ്ചകൾ കണ്ട് രസിക്കാനായി ചിലവഴിച്ചത് മുഴുവൻ ഗംഗ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കാശായിരുന്നു.
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താമസിക്കാൻ ഒരു നല്ല വീട് കണ്ടുപിടിക്കണമെന്നും അതിനായി ഒരു ദിവസം തൻ്റെ ഒരു ബന്ധുവീട്ടിൽ താമസിക്കണമെന്നും രാംലിക്ലാൽ ഗംഗയോട് ആവശ്യപ്പെട്ടു. ബന്ധുവാണെന്ന് പറഞ്ഞ് എത്തിയ സ്ത്രീയുടെ കൂടെ ഗംഗ കാറിൽ എത്തിപ്പെട്ടത് കാമാട്ടിപുരയിലാണ്. അവിടെ എത്തിയതിന് ശേഷമാണ് രാംലിക്ലാൽ ആ സ്ത്രീക്ക്, ഒരു വ്യഭിചാരശാല നടത്തുന്ന ആ സ്ത്രീക്ക് തന്നെ 500 രൂപയ്ക്ക് വിറ്റു എന്ന സത്യം ഗംഗ അറിയുന്നത്. എതിർക്കാനും രക്ഷപ്പെടാനും ശ്രമിച്ച് തല്ലുകൊണ്ടും പട്ടിണി കിടന്നും ഗംഗ ആകെ അവശയായി. ആത്മഹത്യ ചെയ്യാൻ ഒരു നിവൃത്തിയുമില്ല, ചുറ്റും കാവൽക്കാരാണ്. ഇനി എങ്ങനെയും രക്ഷപ്പെട്ട് നാട്ടിലെത്തിച്ചേർന്നാൽ തന്നെ ഒളിച്ചോടിപ്പോയി കാമാട്ടിപുരയിൽ താമസിച്ചു വന്ന ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് തൻ്റെ കുടുംബത്തിനും വിവാഹപ്രായം എത്തി നിൽക്കുന്ന തൻ്റെ സഹോദരിമാർക്കും താൻ വലിയ മാനക്കേടുണ്ടാക്കുമെന്ന് ഗംഗയ്ക്ക് മനസ്സിലായി. മുന്നിലുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് അവരെ അനുസരിക്കുക എന്നുള്ളതായിരുന്നു. ഓൾറെഡി ഒരു തട്ടിപ്പുകാരൻ്റെ ചതിക്കിരയായ തനിക്ക് ഇനി എന്ത് വരാനാണെന്ന് ചിന്തിച്ച ഗംഗ വ്യഭിചാരശാല നടത്തുന്ന ആ സ്ത്രീയെ വിളിച്ച് സമ്മതം അറിയിച്ചു. അന്ന് രാത്രി ഗംഗയെ സന്ദർശിച്ച് അതീവ സന്തുഷ്ടനായി മടങ്ങിയ സേഠു പേര് ചോദിച്ചപ്പോൾ തൻ്റെ ഭൂതകാലം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ എന്ന വണ്ണം ഗംഗ പേര് പറഞ്ഞത് ഗംഗു എന്നായിരുന്നു. ധാരാളം ടിപ്പുകളോടൊപ്പം ഒരു സ്വർണ്ണമോതിരം കൂടി സമ്മാനമായി കിട്ടിയ ആ രാത്രിയിലാണ് ഗംഗ ഗംഗുവായി മാറിയത്. വളരെ പെട്ടെന്ന് തന്നെ ഗംഗു കാമാട്ടിപുരയിലെ വില പിടിച്ച താരമായി മാറി. അവരെ കാണാൻ വേണ്ടി മാത്രം ഹൈദരാബാദിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നും ന്യൂഡൽഹിയിൽ നിന്നും വരെ സേട്ടുമാരെത്താൻ തുടങ്ങി. തന്നെ കാണാൻ വരുന്നവരുമായി ഇമോഷണലി ഒട്ടും അറ്റാച്ച്ഡ് ആവാതെ തന്നെ വളരെയധികം പണം നേടിയെടുക്കാനുള്ള കഴിവ് ഗംഗുവിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഗംഗുവിൻ്റെ 28ാമത്തെ വയസ്സിലാണ് അവരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് പോലെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഗംഗുവിനെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്നും കേട്ടറിഞ്ഞ ഒരു പഠാൻ അവരുടെ വ്യഭിചാരശാലയിൽ അതിക്രമിച്ച് കയറി ഗംഗുവിനെ ബലാത്കാരം ചെയ്തു. ആജാനുബാഹുവായ അയാളുടെ അക്രമത്തിൻ്റെ ഷോക്കിൽ നിന്നും മോചിതയാവാൻ ഗംഗുവിന് 4 ദിവസത്തോളം എടുത്തു. പഠാൻ ഗാങ്സ്റ്റേഴ്സുമായി അയാൾക്കുള്ള ബന്ധത്തെ ഭയന്ന് ആരും തന്നെ ഇതിനെ ചോദ്യം ചെയ്തില്ല. 1 മാസം കഴിഞ്ഞ് മദ്യപിച്ച് വീണ്ടും എത്തിയ അയാളെ തടയാൻ പോലും അവിടെയുള്ള മല്ലന്മാർക്കൊന്നും ആയില്ല. ഇത്തവണ കൂടുതൽ മൃഗീയമായി ആക്രമിക്കപ്പെട്ട് ആഴ്ചകളോളം ഗംഗു ആശുപത്രിയിൽ കിടന്നു. തനിക്ക് വേണ്ടി സംസാരിക്കാനോ പഠാനെ ചോദ്യം ചെയ്യാനുമുള്ള ധൈര്യം ആർക്കുമില്ല എന്ന സത്യം മനസ്സിലാക്കിയ ഗംഗു ഇതിനൊരു പരിഹാരം കാണാൻ തന്നെ തീരുമാനിച്ചു. ഇനിയും മിണ്ടാതിരുന്നാൽ ഇതൊരു തുടർക്കഥയാവുമെന്ന് അവർക്കറിയാമായിരുന്നു. നേരിട്ട് അന്വേഷിച്ചിറങ്ങി ആ പഠാൻ്റെ പേര് ഷൗക്കത്ത് ഖാൻ എന്നാണെന്നും അബ്ദുൽ കരീം ഖാൻ എന്ന സാക്ഷാൽ കരീം ലാലയുടെ സംഘത്തിൽപ്പെട്ട ആളാണെന്നും ഗംഗു മനസ്സിലാക്കി. സൗത്ത് മുംബൈയെ വിറപ്പിച്ച അണ്ടർവേൾഡ് ഡോൺ ആയിരുന്ന കരീം ലാല പക്ഷേ സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന ഒരാളായിരുന്നു. അക്രമിയായ കരീം ലാലയെ കാണുന്നതിൽ നിന്നുമുള്ള മറ്റുള്ളവരുടെ വിലക്ക് വകവയ്ക്കാതെ ഗംഗു അയാളെ തേടിയിറങ്ങി. ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കരീം ലാലയെ വഴിയിൽ തടഞ്ഞു നിർത്തി സലാം പറഞ്ഞ് അഭിവാദ്യം അർപ്പിച്ച് തനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് ഗംഗു അറിയിച്ചു. ഒരു വേശ്യ തൻ്റെ വഴി തടഞ്ഞ് സലാം പറഞ്ഞതിൽ ചെറുതായൊന്ന് അമ്പരന്ന കരീം ലാല പറയാനുള്ളതെല്ലാം വീട്ടിലിരുന്ന് പറയാമെന്ന് പറഞ്ഞ് അവരെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. കരീം ലാലയോട് സധൈര്യം ഗംഗു സംസാരിച്ചത് ഇങ്ങനെയാണ്: താനൊരു വേശ്യയാണ്, എന്നാൽ തന്നെ ബലാത്കാരം ചെയ്യാനോ ഇഷ്ടാനുസരണം ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവായി കാണാനോ ആർക്കും അധികാരമില്ല. ഷൗക്കത്ത് ഖാൻ തന്നെ ഉപദ്രവിച്ചതിൻ്റെ തെളിവായി തൻ്റെ കൈകളിലുള്ള ഭീകരമായ മുറിവുകൾ ഗംഗു കരീം ലാലയെ കാണിച്ചു. ക്രുദ്ധനായ കരീം ലാല ഇനി അയാൾ വരുമ്പോൾ തന്നെ വിവരമറിയിക്കാൻ ഗംഗുവിനോട് ആവശ്യപ്പെട്ടു. ചെറിയൊരു പുഞ്ചിരിയോടെ ഗംഗു തൻ്റെ പേഴ്സിൽ നിന്നും ഒരു ചരട് പുറത്തെടുത്തു ഇപ്രകാരം പറഞ്ഞു: വർഷങ്ങളായി ഒരു പുരുഷനും എന്നെ സംരക്ഷിക്കുമെന്ന് തോന്നിയിട്ടില്ല. ആരും എന്നോട് ധൈര്യമായി ഇരിക്കാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കയ്യിൽ രാഖി കെട്ടാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ സഹോദരനാണ്. ആ ചെറുപ്പക്കാരിയുടെ വാക്കുകളിൽ അമ്പരന്ന പഠാൻ ഗാംഗ്ലോഡ് ഇന്നു മുതൽ നീ എൻ്റെ സഹോദരിയാണെന്നും സംരക്ഷിച്ചു കൊള്ളാമെന്നും ഉറപ്പു നൽകി. കാമാട്ടിപുര കരീം ലാലയുടെ ആളുകളുടെ നിരീക്ഷണത്തിലായി. 3 ആഴ്ചകൾക്ക് ശേഷമാണ് പിന്നീട് ഷൗക്കത്ത് ഖാൻ ഗംഗുവിനെ തേടിയെത്തിയത്. നിമിഷ നേരത്തിനുള്ളിൽ ഈ വിവരം കരീം ലാലയുടെ ചെവിയിലെത്തി. 10 മിനിറ്റിനുള്ളിൽ ഗംഗുവിൻ്റെ മുറിയിൽ നിന്നും ഷൗക്കത്ത് ഖാനെ വലിച്ചു പുറത്തിട്ട് കരീം ലാലയും കൂട്ടരും ഹോക്കി സ്റ്റിക്കുകൾ കൊണ്ട് നിർദ്ദയം തല്ലിച്ചതച്ചു. നമ്മൾ പഠാൻസാണ്, ഒരു വേശ്യയ്ക്ക് വേണ്ടി തന്നെ തല്ലരുത് എന്ന ഷൗക്കത്ത് ഖാൻ്റെ അപേക്ഷ പക്ഷേ കരീം ലാലയുടെ ക്രോധം ഇരട്ടിപ്പിച്ചതേയുള്ളൂ. ഷൗക്കത്ത് ഖാൻ്റെ ഒട്ടുമുക്ക എല്ലുകളും ഒടിച്ച ശേഷം കാമാട്ടിപുര മുഴുവൻ കേൾക്കെ ഗംഗു തൻ്റെ രാഖി കെട്ടിയ സഹോദരിയാണെന്നും ഇനി ആരെങ്കിലും അവരോട് മോശമായി പെരുമാറിയാൽ കൊന്നുകളയുമെന്നും കരീം ലാല വിളിച്ചു പറഞ്ഞു. ഗംഗുവിന് മുന്നിൽ പുതിയൊരു ലോകം തുറക്കുകയായിരുന്നു. സൗത്ത് മുംബൈയെ വിറപ്പിച്ച ഗാങ്സ്റ്ററുമായുള്ള കണക്ഷനോടുകൂടി ആളുകൾ ഗംഗുവിനെ ഭീതിയോടും ബഹുമാനത്തോടും കൂടി നോക്കാൻ തുടങ്ങി. വ്യഭിചാരശാലകളുടെ ഗർവാലി എന്ന് വിളിക്കുന്ന ഉടമസ്ഥ സ്ഥാനത്തിനായുള്ള ഇലക്ഷനിൽ ഗംഗു അനായാസം വിജയിക്കുകയും ചെറുപ്രായത്തിൽ തന്നെ വ്യഭിചാരശാലയുടെ ഉടമ അഥവാ ഒരു ബ്രോത്തൽ മാഡം ആയി തീരുകയും ചെയ്തു. ഗംഗു അങ്ങനെ ഗംഗുബായ് കാഥേവാലിയായി തീർന്നു. ആക്റ്റീവായിട്ടുള്ള വേശ്യകൾക്ക് പറയുന്ന പേരാണ് കാഥേവാലി എന്നുള്ളത്. എന്നാൽ ഗംഗു തന്നെ പരിചയപ്പെടുത്തുക ഗംഗുബായ് കാഥേവാടി എന്നായിരുന്നു. കാഥേവാലിയുടെ ഒരു ഡിസോർട്ടഡ് ഉച്ചാരണമാണ് കാഥേവാലി എന്നുണ്ടെങ്കിലും കഥ്യവാടി എന്നുള്ള തൻ്റെ കുടുംബ പേരിൻ്റെ സ്മരണാർത്ഥമാണ് ഗംഗു അത് ഗംഗുബായ് കാഥേവാടി എന്ന് ആക്കിയത്.
ഇന്ന് കാമാട്ടിപുരയിൽ ഗംഗുബായിയുടെ പൂർണ്ണകായ പ്രതിമയുണ്ട്. വേശ്യാലയങ്ങൾക്കുള്ളിൽ അവരുടെ ഫോട്ടോ വെച്ച് ആദരിക്കുന്നവരുണ്ട്. എന്താണ് മറ്റു പ്രോസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും മറ്റു ബ്രോത്തൽ മാഡംസിൽ നിന്നും ഗംഗുബായിയെ വേറിട്ട് നിർത്തിയിരുന്ന ഘടകം? തൻ്റെ ബിസിനസ്സിനേക്കാളും കാമാട്ടിപുരയിലെ സ്ത്രീകളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉരുക്കുമുഷ്ടി പ്രയോഗിച്ചതാണ് ഗംഗുബായിയെ വേറിട്ട് നിർത്തിയത്. ചതികളിൽപ്പെട്ടും മറ്റും താല്പര്യമില്ലാതെ കാമാട്ടിപുരയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും സാമ്പത്തിക നഷ്ടം വകവയ്ക്കാതെ ഗംഗു അവരുടെ നാടുകളിൽ തിരിച്ചെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു. ഷൗക്കത്ത് ഖാനെ പോലെയുള്ള അക്രമികളിൽ നിന്നും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിക്കുന്നവരിൽ നിന്നും മറ്റും കാമാട്ടിപുരയിലെ സ്ത്രീകൾ ഗംഗുവിൻ്റെ ചിറകിനുള്ളിൽ സുരക്ഷിതരായിരുന്നു. പോലീസുമായും അധോലോകവുമായുള്ള ഗംഗുവിൻ്റെ ബന്ധത്തെ അക്രമികൾ ഭയന്നപ്പോൾ കാമാട്ടിപുരയിലെ അശരണർ അവരെ ഗംഗുമ എന്ന് വിളിച്ചു തുടങ്ങിയിരുന്നു. ആസാദ് മൈതാനിൽ 1960കളിൽ നടന്ന ഒരു വിമൻസ് കോൺഫറൻസിൽ ഗംഗുബായി നടത്തിയ ഒരു പ്രസംഗം അന്നത്തെ ചെറുതും വലുതുമായ എല്ലാ ന്യൂസ് പേപ്പറുകളിലും വലിയ വാർത്തയായി. വിമൻ എംപവർമെൻറ്റും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രധാന പ്രമേയമായ ആ കോൺഫറൻസിൽ നിരവധി പൊളിറ്റിക്കൽ പാർട്ടികൾ, NGOകൾ എന്നിവരോടൊപ്പം തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട്സുകൾക്കിടയിലെ സാക്ഷരത പ്രൊമോട്ട് ചെയ്യാനായി ഗംഗുബായിയെ കൂടി ക്ഷണിക്കുകയുണ്ടായി. സംസാരിക്കാനായി മൈക്കിനടുത്തേക്ക് അടുക്കുമ്പോഴും ആളുകളുടെ മുറുമുറുപ്പ് ഗംഗുവിന് കേൾക്കാമായിരുന്നു. ആദ്യമായി ഒരു വലിയ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നിട്ട് കൂടി സദസ്യരുടെ വിദ്വേഷം ഗംഗുവിന് പുതിയ ഊർജം നൽകി. മേ ഗർവാലി ഹൂ ഗർ തോഡ്നെ വാലി നെഹി ഹൂ എന്ന ഗംഗുവിൻ്റെ ഓപ്പണിംഗ് ലൈൻ, അതായത് താനൊരു വേശ്യയാണ് എന്നാൽ കുടുംബം കലക്കുന്നവളല്ല എന്ന ഗംഗുവിൻ്റെ ഓപ്പണിംഗ് ലൈനിൽ തന്നെ സദസ്യർ സ്തബ്ധരായി. ഗംഗുബായിയുടെ പ്രസംഗത്തിലെ പ്രധാന വരികൾ ഇപ്രകാരമായിരുന്നു: എന്നെപ്പോലുള്ള സ്ത്രീകളാണ് ആയിരക്കണക്കിന് സ്ത്രീകളുടെ ചാരിത്രശുദ്ധിയും ധർമ്മനീതിയും സന്മാർഗിത്വവും നിലനിർത്തുന്നത്. മറ്റു സിറ്റികളെ അപേക്ഷിച്ച് ബോംബെയിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കുന്നത് ഞങ്ങളുള്ളതുകൊണ്ടാണ്. ബോംബെയിലെ തെരുവുകളിൽ ഒരു പെൺകുട്ടി പോലും ശാരീരികമായി ആക്രമിക്കപ്പെടാത്തതിൻ്റെ ക്രെഡിറ്റ് സിറ്റിയിലെ അഡ്മിനിസ്ട്രേഷനും കാമാട്ടിപുരയിലെ കുപ്രസിദ്ധകൾക്കും പങ്കിട്ടെടുക്കാനുള്ളതാണ്. ഞങ്ങളുടെ സ്ഥാനം എപ്പോഴും നിയമപരമായി വിവാഹം ചെയ്ത് ജീവിക്കുന്ന കുടുംബിനികളുടെ താഴെയേ വരൂ. എന്നാലും ഞങ്ങളെപ്പോലുള്ള കുറച്ചു പേര് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് മറ്റനേകം സ്ത്രീകൾ ആക്രമിക്കപ്പെടാതിരിക്കുന്നത്. സമൂഹത്തെ അക്രമത്തിൽ നിന്നും രക്ഷിക്കുന്ന ഞങ്ങളെ നികൃഷ്ടരായി കാണുന്ന സമൂഹത്തെക്കുറിച്ച് ഓർത്താണ് എനിക്ക് ലജ്ജ തോന്നുന്നത്. ഇതത്ര എളുപ്പമുള്ള ജോലിയല്ല. കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ട് സഹിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. രാജ്യത്തെ അക്രമങ്ങളിൽ നിന്നും കാക്കുന്ന ജവാന്മാരെ പോലെ സ്ത്രീകളെ കാക്കാൻ വേണ്ടി ദിനവും യുദ്ധം ചെയ്യുന്നവരാണ് ഞങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് ജവാന്മാർക്ക് ബഹുമതിയും ഞങ്ങൾക്ക് അപമാനവും മാത്രം നിങ്ങൾ തരുന്നത്? നിങ്ങൾക്കാർക്കും ഉത്തരം നൽകാനുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം ഈ ചോദ്യം ഉണ്ടാവാൻ തന്നെ കാരണം നിങ്ങളാണ്. ഇതിന് ഒരു സൊല്യൂഷനേ ഉള്ളൂ: ഞങ്ങളെയും നിങ്ങളിൽ ഒരാളായി കാണുക, ഒരുപോലെ കാണുക. അതുണ്ടാവുന്ന ദിവസം ഞാൻ വിശ്വസിക്കാം ഇവിടെ സ്ത്രീ ശാക്തീകരണം നടപ്പിലായി എന്ന്. ഹൈദരാബാദ് പോലെയുള്ള ഒരു യാഥാസ്ഥിക സിറ്റിയിലെ റെഡ് ലൈറ്റ് ഏരിയ മെഹബൂബ് കി മെഹന്തി അഥവാ പ്രിയപ്പെട്ടവൻ്റെ മൈലാഞ്ചി എന്ന് നാമകരണം ചെയ്ത് മനോഹരമാക്കാമെങ്കിൽ പുരോഗമനവാദികളെന്ന് നടിക്കുന്ന ഈ ബോംബെയിൽ കാമാട്ടിപുര ഇപ്പോഴും വെറുപ്പുളവാക്കുന്ന ഒരു സ്ഥലമായി നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ്? ഒരു വരി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. വീടുകളിൽ മറ്റു മുറികളിൽ വിസർജനം നടത്തി വൃത്തികേടാവാതിരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു ടോയ്ലറ്റെങ്കിലും പണിയും. അതുപോലെ എല്ലാ സിറ്റികളിലും ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ ബെൽറ്റ്, ഒരു വേശ്യാതെരുവുണ്ടെങ്കിൽ മറ്റിടങ്ങൾ സുരക്ഷിതമായിരിക്കും. സിറ്റികളിൽ റെഡ് ലൈറ്റ് ഏരിയ അനിവാര്യമാണെന്ന് ഞാൻ ഗവൺമെൻറ്റിനോട് ഉണർത്തുന്നു. സെക്സ് വർക്കേഴ്സിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അതുവരെ ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധിക്കാത്തത് മിനിറ്റുകൾക്കുള്ളിൽ വിശദീകരിച്ച ഗംഗുവിൻ്റെ പ്രസംഗത്തിന് സദസ്യർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു അത്രേ. ഒറ്റ ദിവസം കൊണ്ട് പത്രവാർത്തകളിലൂടെ താരമായി മാറിയ ഗംഗുവിനെ തേടി നിരവധി മന്ത്രിമാരും ജേർണലിസ്റ്റുകളും എത്തി. ഗംഗുബായിയുടെ കീർത്തി വീണ്ടും ഉയർത്തിയ മറ്റൊരു സംഭവം കൂടി 1960കളുടെ ആദ്യത്തിൽ നടക്കുകയുണ്ടായി. കാമാട്ടിപുരയ്ക്ക് സമീപത്തുണ്ടായിരുന്ന സെൻറ്റ് ആൻ്റണീസ് ഗേൾസ് ഹൈസ്കൂൾ അധികൃതരും സമീപവാസികളും ചേർന്ന് ഈ റെഡ് ലൈറ്റ് ഏരിയ ഒഴിപ്പിക്കാനായി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. സ്കൂൾ പരിസരത്ത് പ്രോസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് പലതരത്തിലുള്ള സമരപരിപാടികളും അരങ്ങേറാൻ തുടങ്ങി. രക്ഷയ്ക്കായി തന്നെ സമീപിച്ച സെക്സ് വർക്കേഴ്സിനും വേണ്ടി ഗംഗുബായി തൻ്റെ പൊളിറ്റിക്കൽ കണക്ഷൻസ് ഉപയോഗിച്ച് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരു അപ്പോയിൻമെൻറ്റ് നേടിയെടുത്തു. ചരിത്രത്തിലാദ്യമായി ഒരു ലോക്കൽ ബ്രോത്തൽ മാഡം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വ്യക്തമായ വാദഗതികളിലൂടെ നെഹ്റുവിനെ ഇംപ്രസ് ചെയ്ത ഗംഗുബായി ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെ ആർത്തിരമ്പി വന്ന ഇവാക്വേഷൻ മൂവ്മെൻറ്റിന് ത്വരിത മരണം സമ്മാനിച്ചു. 1920 സ്ഥാപിച്ചതാണ് സെൻറ്റ് ആൻ്റണീസ് ഗേൾസ് ഹൈസ്കൂൾ. എന്നാൽ അതിനൊരു നൂറ്റാണ്ട് മുൻപ് തന്നെ കാമാട്ടിപുര നിലവിലുണ്ട്. സ്കൂൾ നിർമ്മിക്കുമ്പോൾ അധികൃതർ അന്ധരായിരുന്നോ എന്ന ഗംഗുവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഇവാക്വേഷൻ നടപടികൾ വീണടിഞ്ഞു. പതിവ് പോലെ ആയിരക്കണക്കിന് സെക്സ് വർക്കേഴ്സിൻ്റെ ജീവിതം ഗംഗു രക്ഷിച്ചു. ഗംഗുബായ് നെഹ്റു കൂടിക്കാഴ്ചയ്ക്കിടയിൽ നടന്നു എന്ന് പറയപ്പെടുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട്.
രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും കാമാട്ടിപുരയിലെ ആളുകൾ 4 പതിറ്റാണ്ടിലേറെയായി വളരെ അഭിമാനത്തോടു കൂടി കൈമാറി വരുന്ന ആ വാമൊഴി ചരിത്രം ഇപ്രകാരമാണ്. റെഡ് ലൈറ്റ് ഏരിയയുടെ ആവശ്യകതയെപ്പറ്റിയുള്ള ചർച്ചയ്ക്കിടയിൽ ഈ ജോലി ഉപേക്ഷിച്ചുകൂടെ, വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതവും മറ്റൊരു ജോലിയുമായി ജീവിച്ചുകൂടെ എന്ന് നെഹ്റു ചോദിച്ചു അത്രേ. ഉരുളയ്ക്കുപ്പേരി പോലെ ഗംഗു പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ഞാൻ ഈ ജോലി ഉപേക്ഷിക്കാം, നെഹ്റുവിന് എന്നെ വിവാഹം കഴിക്കാമോ? ഇത്തരത്തിലൊരു പ്രൊപ്പോസലാണ് ഗംഗു മുന്നോട്ട് വെച്ചത്. നെഹ്റുവിനെ ഇത് ക്രുദ്ധനാക്കിയെങ്കിലും ക്ഷമാപണത്തോടുകൂടി ഗംഗു തൻ്റെ ഭാഗം വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പോലും നിശബ്ദനായി പോയത്രേ. ഗംഗുവിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരുന്നു: ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. കാമാട്ടിപുരയിൽ നിന്നുള്ളൊരു സ്ത്രീയെ ആര് വിവാഹം കഴിക്കാനാണ്? സ്വർണ്ണ ബോർഡറുള്ള വെള്ളസാരിയും സ്വർണ്ണ ബട്ടണുകളുള്ള ബ്ലൗസും സ്വർണ്ണ ഫ്രെയിമുള്ള കണ്ണടയും വെച്ച് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് തൻ്റെ കറുത്ത ബെൻലി കാറിൽ 12-ാം നമ്പർ ലെയിനിൽ നിന്നും കാമാട്ടിപുരം മുഴുവൻ കറങ്ങിയിരുന്ന ഗംഗുബായിയെ ആളുകൾ ഇന്നും വ്യക്തമായി ഓർക്കുന്നു. ഇന്ന് ഏകദേശം 4 കോടി രൂപ വിലമതിക്കുന്ന ബെൻലി കാർ സ്വന്തമായി ഉണ്ടായിരുന്ന ഏക ബ്രോത്തൽ മാഡമായിരുന്നു ഗംഗുബായി അന്ന്. അനാഥരായ അനേകം കുട്ടികളെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകിയിരുന്നു അവർ. വാർദ്ധക്യ സഹജമായ അവശതകളെ തുടർന്ന് 1975-നും 78-നും ഇടയ്ക്കാണ് ഗംഗുബായി മരണമടയുന്നത്. ഒരു വ്യഭിചാരശാല നടത്തിയിരുന്ന അവരെ ഗ്ലോറിഫൈ ചെയ്യുക എന്നുള്ളതല്ല ലക്ഷ്യം. മിക്ക ആളുകളെയും പോലെ അവർക്കും ഒരു ഇരുണ്ട വശമുണ്ട്. സമൂഹത്തിലെ പ്രശസ്തരായ പല ആളുകളുമായും പല പൊളിറ്റിക്കൽ ലീഡേഴ്സുമായും ഗംഗുബായിക്ക് ബന്ധമുണ്ടായിരുന്നു. എന്നാൽ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി, സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടി അവർ നടത്തിയ പരിശ്രമങ്ങളുമായി തുലനം ചെയ്യുമ്പോൾ അവരുടെ ആ ഇരുണ്ട വശത്തെ മറന്ന് ആളുകൾ അവരെ ഗംഗുമ എന്ന് വിളിച്ചിരുന്നു. അംബാസഡറും മെഴ്സിഡീസും ബെൻലിയും നിരന്നു കിടന്നിരുന്ന കാമാട്ടിപുരയിലെ 12-ാം നമ്പർ ലെയിനിൽ ഇന്ന് തെരുവ് നായ്ക്കളും സാധാരണക്കാരും തുരുമ്പെടുത്തു തുടങ്ങിയ ചില സൈക്കിളുകളും സ്കൂട്ടറുകളും മാത്രമേ കാണാൻ സാധിക്കൂ. മറ്റ് ലൈനുകളെ അപേക്ഷിച്ച് 12-ാം നമ്പർ ലൈനിൽ ഇന്ന് 1-2 വേശ്യാലയങ്ങൾ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലാതെ ഇവിടെ തുടരുന്നത് 2 കാര്യങ്ങൾ മാത്രമാണ്. 1, വഞ്ചിക്കപ്പെട്ട് ഇവിടെ എത്തി ജീവിതം ഹോമിക്കപ്പെടുന്ന സ്ത്രീകളും പെൺകുട്ടികളും. 2, വേശ്യാലയങ്ങൾക്കകത്തും പുറത്തും കാണപ്പെടുന്ന ഗംഗുബായിയുടെ ചിത്രങ്ങളും പ്രതിമകളും. മുംബൈയിലെ കാമാട്ടിപുരയുടെ ചരിത്രം നമ്മളിങ്ങനെ ഏകദേശം പറഞ്ഞു നിർത്തുമ്പോൾ അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൗത്ത് ഇന്ത്യയിൽ മുഴുക്കെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായത്തെ കൂടി അറിയുന്നത് രസകരമായിരിക്കും. യാഥാസ്ഥിക ഹിന്ദു കുടുംബത്തിലെയും രാജകുടുംബത്തിലെയും പോലും സ്ത്രീകൾ ലഭിക്കാൻ ആഗ്രഹിച്ചിരുന്ന സമൂഹത്തിലെ ഉന്നതമായൊരു സ്ഥാനമായിരുന്നു ദേവദാസി എന്നത്. പിന്നീട് എങ്ങനെയാണ് ഒരു കറുത്ത ചരിത്രമായി തേവിടിശി എന്ന് കേൾക്കുമ്പോൾ നെറ്റി ചുളുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ദേവദാസി സമ്പ്രദായം ചുരുങ്ങിയത്? നമുക്ക് പരിശോധിക്കാം ദേവദാസി തേവിടിശി ആയതിൻ്റെ കഥ തോട്ട് ഫോക്സിൻ്റെ അടുത്ത എപ്പിസോഡിൽ. അൺടിൽ ദെൻ, ദിസ് ഈസ് റമീസ്, റഹ്മാൻ സൈനിങ് ഓഫ്. അഡിയോസ്.